15 അതിലധികമോ വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് പക്ഷേ തിരിച്ചടിയായിരിക്കുകയാണ് വാഹന ഉടമകൾക്കും അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് ജീവനക്കാർക്കും. എങ്ങനെയാണ് ഇവർക്ക് ഇത് വലിയ ബാധ്യതയായി മാറുന്നത്? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ഭാരവാഹികളും അംഗങ്ങളുമാണിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങൾക്കിപ്പോൾ വലിയൊരു ഇരുട്ടടിയായിരിക്കുകയാണ് ഈ പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ കുത്തനെ ഉയർത്തിയത്. അത് ഏതൊക്കെ രീതിയിലാണ് ഈ വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓണേഴ്സിനെ സംബന്ധിച്ച് ഏതൊക്കെ വിധത്തിലാണ് ഇത് ബാധിക്കുന്നത്? കേരളത്തിലെ ഓട്ടോമൊബൈൽ റിപ്പയർ മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളും അതുപോലുള്ള തൊഴിലുടമകളും കൂട്ടി യോജിക്കുന്ന ഒരു സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. ഞങ്ങളെ സംബന്ധിച്ച് 40 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു പോകുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു തൊഴിൽ വിഭാഗത്തെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 വന്നിരിക്കുന്നത് പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ കുത്തനെ കൂട്ടിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പുതിയ നിയമം കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുമ്പോൾ പഴയ വാഹനങ്ങൾ സാധാരണഗതിയിൽ ഒരു ഉപഭോക്താവിന് കൊണ്ടുപോയി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ആ സാഹചര്യത്തിലൂടെ അവരെ പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ തന്ത്രം. ഈ തന്ത്രത്തിലൂടെ സാധാരണ ഒരു കുടുംബത്തിന്റെ യാത്രയ്ക്ക് സുഗമമാക്കാൻ വേണ്ടി പുതിയ വാഹനങ്ങൾ എടുക്കാനോ അത് ഉപയോഗിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാർ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്ത് അതിനാവശ്യമായ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് അതിന്റെ ടാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ അടച്ച് കൃത്യമായിട്ടും കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആ വാഹനം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ റീടെസ്റ്റ് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്പെയർ പാർട്സ് ഉൾപ്പെടെ ഓരോ ഘടകങ്ങൾക്കും അവർ മുടക്കുന്ന കാശ്, ഒപ്പം തന്നെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് മുടക്കുന്ന കാശ്, അതിന് പുറമെ ഈ പറയുന്ന സാധാരണ വർക്ക്ഷോപ്പുകാർക്ക് അല്ലെങ്കിൽ സാധാരണ ഉപഭോക്താവിന് താങ്ങാവുന്നതിലധികം കാശ് ഈ വാഹന നികുതി ഇനത്തിൽ അവർ ഈടാക്കുമ്പോൾ നമ്മളെ സ്വാഭാവികമായും സാധാരണക്കാര് ഇത് വിറ്റൊഴിവാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരു രീതിയിലേക്ക് പോകാൻ ശ്രമം നടത്തും. അത് ഞങ്ങളെ സംബന്ധിച്ച് സംഘടനയെ സംബന്ധിച്ചിടത്തോളം അല്ലെന്നുണ്ടെങ്കിൽ തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത അവരുടെ ജീവിതമാർഗം മുട്ടുന്ന രീതിയിലേക്കുള്ള തീരുമാനമാണ് ഗവൺമെന്റ് എടുക്കുന്നത്. അപ്പോൾ സംഘടനയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും കാലികമായി ഇവിടെ നിലനിന്നു പോകുന്ന ഒരു തൊഴിൽ വിഭാഗത്തെ ഈ മേഖലയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകരുത്. ഇത് രണ്ട് കാര്യമാണ്. ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് സാധാരണ ഉപഭോക്താക്കൾക്ക് വരുന്ന വലിയൊരു പ്രതിസന്ധി, അവർ പുതിയൊരു വാഹനം എടുക്കണമെങ്കിൽ ആ പുതിയ വാഹനത്തിന്റെ അത്ര വില കയ്യിൽ കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടി അവിടെ ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവര് മറ്റ് സംവിധാനങ്ങൾ, അത് ഏതെങ്കിലും ബാങ്കുകൾക്ക് ബാങ്കുകളുടെ അവസ്ഥയിലേക്ക് പോയാൽ വലിയ പലിശ. ഇപ്പം നമുക്കറിയാം 10 ലക്ഷം രൂപ ലോൺ എടുത്താൽ 20 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. അത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സാധാരണക്കാരനെ മാറ്റിവിടാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇമാതിരി തീരുമാനങ്ങൾ ഉതകുകയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ തന്നെ നിവേദനം കൊടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും നിവേദനം കൊടുത്തുകൊണ്ട് ഓരോ വാഹനത്തിന്റെയും മാലിന്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എഞ്ചിനിൽ നിന്ന് വരുന്ന അത് ഈ അന്തരീക്ഷ മലിനീകരണം, ഞങ്ങളും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങളുടെ വരുന്ന തലമുറയും ഇവിടെ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം ഇന്നത്തെ അവസ്ഥയിൽ അല്ലെ ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിലനിർത്താൻ ഞങ്ങളുടെയും ആവശ്യമാണ്. പക്ഷെ ഒരു തൊഴിൽ മേഖലയെ അപ്പാടെ നമുക്ക് തൊഴിൽ നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടല്ല പരിസ്ഥിതി നിലനിർത്തേണ്ടത്. അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹരിത നികുതി എന്നുള്ള രീതിയിൽ ഒരു വലിയ ഫീസ് ഈടാക്കുക. ഒരിക്കലും സാമ്പത്തികം ഗവൺമെന്റ് കയ്യിലേക്ക് ചേർത്ത് വെച്ചെന്ന് വെച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഒഴിവാകില്ല. അപ്പൊ അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എഞ്ചിൻ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് അത് ആ രൂപത്തിൽ അതിന്റെ എഫിഷ്യൻസി കൃത്യമായി നിലനിർത്തിയാൽ അതിലേക്ക് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി പറ്റും. അതിനകത്തൊരു സംശയവുമില്ല. അതിന് വേണ്ടിയിട്ട് ഈ വലിയ ഫീസ് ഈടാക്കി ഗവൺമെന്റ് ഖജനാവ് വർദ്ധിപ്പിക്കുന്നതിന് അല്ലെ അവരുടെ ഗവൺമെന്റ് ചെലവിലേക്ക് സാമ്പത്തിക സമാഹരണം നടത്തുന്നത് ഏറ്റവും അർത്ഥശൂന്യമായ ഒരു പ്രവർത്തനമാണ്.
അതൊരിക്കലും ചെയ്തുകൂടാത്തതാണ്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഇന്നിവിടെ ഏറ്റവും വലിയ ഗവൺമെന്റിന് വരുമാനമുണ്ടാക്കുന്ന പെട്രോളിയം, ഈ പെട്രോളിയത്തിൽ തന്നെ ഈ പെട്രോള് എന്ന് പറയുന്ന ഒരു ഇന്ധനത്തിൽ തന്നെ എത്തനോള് കൂടുതലായി കലർത്തിക്കൊണ്ട് വില കുറച്ച് വിൽക്കുന്ന, നമുക്കറിയാം കരിമ്പിൽ നിന്നുണ്ടാകുന്നതാണ് എത്തനോള്. ഈ കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാലിന്യമാണ് അത് നമ്മുടെ പെട്രോളിൽ കലർത്തിക്കൊണ്ട് അതിന് ഫീസ് ഈടാക്കുക. അതേസമയത്ത് ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ സാധാരണ പെട്രോളാണ്. അവർക്കറിയില്ല, അവർക്കൊരു 100 രൂപയ്ക്ക് അടിച്ചാൽ ഒരു ദിവസം ഓടണം, അതിനുള്ള സാമ്പത്തിക ശേഷി മാത്രം, അതിനുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നത്. അന്തരീക്ഷ മലിനത്തിനും ഏറ്റവും കുഴപ്പം, ഇപ്പോൾ എഞ്ചിന് ഏറ്റവും കുഴപ്പം ചെയ്യുന്ന ഒരു ഇന്ധനമാണ് ഈ എത്തനോൾ കലർന്ന പെട്രോള്. അതൊന്നും ഗവൺമെന്റ് കണക്കാക്കുന്നില്ല. ഗവൺമെന്റ് കണക്കാക്കുന്ന ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരൊക്കെ തന്നെ ഇപ്പം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടമുണ്ടായിക്കൊണ്ട് മറ്റു തൊഴിൽ മേഖലയിലേക്ക് പോകേണ്ടി വരും. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ അതാണ്. ഈ നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടുത്തെ സർവീസ് പോയിന്റുകളുടെ സർവീസ് പോയിന്റുകൾ ഇപ്പം അനുവർത്തിച്ചു വരുന്ന രീതി സാധാരണ വർക്ക്ഷോപ്പുകളിലേക്ക് തൊഴിൽ ഉണ്ടാകരുത് എന്നുവെച്ചാൽ അതിനുവേണ്ടിയാണ് പുതിയ വാഹനം ഇറങ്ങിയാൽ അവരാകെ കൊടുക്കുന്ന നിഷ്കർഷ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഞങ്ങളുടെ സ്ഥാപനത്തിൽ മാത്രം, സർവീസ് പോയിന്റുകളിൽ മാത്രമേ സർവീസ് ചെയ്യാവൂ, മറ്റുള്ളവർ സ്പാൻഡർ അതേ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ വാറണ്ടി പോകും. ഈ അറിയിപ്പൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവരെ ഒരു പരിധി വരെ അവരോട് ചേർത്ത് നിർത്തുക. അപ്പോൾ പലപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കാണ്. തീർച്ചയായിട്ടും അവരെക്കാൾ ഒരു പക്ഷേ എഫിഷ്യൻസി കൂടിയത് ഞങ്ങളുടെ തൊഴിലാളികളാണ്, ഞങ്ങളുടെ സാധാരണ വർക്ക്ഷോപ്പുകാർ. ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ, ഇത് ട്രെയിനിങ് സെന്ററാണ്. ഈ ട്രെയിനിങ് സെന്റർ നടക്കുന്ന ക്ലാസ്സുകളിൽ ഓരോ മാറ്റവും അവരിലേക്ക് കൊടുത്തുകൊണ്ട് ഏറ്റവും ആധുനിക വാഹനങ്ങളിൽ പോലും പണിയെടുക്കാൻ പറ്റുന്ന സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. ടൂൾസും മറ്റ് എക്യുപ്മെന്റ്സും മറ്റെല്ലാം സംഘടനാപരമായി അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കണക്കാക്കാതെ സർവീസ് പോയിന്റുകൾ പറയുന്നത് വാറണ്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളിലേക്ക് പോവാം, അതിനുശേഷം അവർ എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുക, 3 വർഷമോ 5 വർഷമോ. അപ്പോൾ ഒരു 3 വർഷമാകുമ്പോൾ അവർ വിളിക്കും, ഇത് 5 വർഷത്തേക്ക് അല്ലെ 10 വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് തരാം, നിങ്ങൾ ഇത്ര 1000 രൂപയുടെ അടച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് റീടെസ്റ്റ് വരുന്ന ഒരു 10 വർഷം അല്ലെ 15 വർഷം കഴിയുന്ന സമയത്തായിരിക്കും നമുക്ക് വാഹനം കിട്ടുക. ആ സമയത്താണ് ഈ ഇരുട്ടടി നമുക്ക് വരുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ട് സംഘടന കൃത്യമായ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസം 3-ാം വാരത്തിൽ നമ്മൾ കേരളത്തിൽ വ്യാപകമായ സമരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടോ എവിടെങ്കിലും തൊഴിൽ നഷ്ടം ഉണ്ടാക്കാനോ ഏതെങ്കിലും ഗവൺമെന്റിന്റെ എന്തെങ്കിലും സംവിധാനങ്ങളെ അടിച്ചുപൊളിക്കാനോ അല്ല, ഞങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ ഗവൺമെന്റുകൾ കൊണ്ട് എത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ ഇറങ്ങി പോരാടുക തന്നെ ചെയ്യും, ഇതിന് അവസാനം കാണുന്നതുവരെ. നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മന്ത്രികൾക്ക്. പക്ഷെ അവരിൽ നിന്നും ഏത് തരത്തിലുള്ള മറുപടിയാണ് ലഭിക്കുന്നത്? അതിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ? ഇത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അത് നടപ്പാക്കാതെ ഇതൊക്കെ തന്നെ കേരളത്തിൽ മാത്രം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത്. ഇന്നൊരു സാധാരണ ഒരു 2 വീലർ ഉപയോഗിക്കുന്ന ഒരാൾ, ചെറിയ കുടുംബമായിരിക്കാം, ഒരു കുട്ടിയോ അല്ലെ 2 കുട്ടിയോ, ഭാര്യയും ഭർത്താവും ചെറുപ്പമാകുമ്പോൾ അവർ 2 വീലറിൽ യാത്ര ചെയ്യും. ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അത് മതിയാവാതെ വരുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒരു കാർ, ഒരു 2 വീലറിന്റെ വിലയ്ക്ക് അനുസരിച്ചുള്ള ഒരു കാർ വാങ്ങിക്കുകയും അതുകൊണ്ട് നിരത്തിലിറങ്ങുകയും ചെയ്യും. അവർക്കാണ് ഈ ഒരു നിയമം വലിയ ബുദ്ധിമുട്ടിലേക്ക് വരുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു നിയമം വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ഒഴിവാക്കണം. അതാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. ഈ നിങ്ങളെപ്പോലുള്ള ജോലി ചെയ്യുന്ന, ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇരുട്ടടി വരുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഇങ്ങനെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ വലിയ സാമ്പത്തികമായി തന്നെ വീട്ടിലെ രീതിയിലും ആയിക്കോട്ടെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ച് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നവരെ സംബന്ധിച്ച് വലിയ വിഷമിപ്പിക്കുന്നതാണ് ഇത്തരം വാർത്തകൾ. സർക്കാർ നിങ്ങൾക്കൊപ്പമാണ് അല്ലെങ്കിൽ സാധാരണക്കാർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ മറുവശത്ത് നിങ്ങൾക്ക് ഒരു അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്നതും കൂടിയല്ലേ? തീർച്ചയായിട്ടും. അതായത് സർക്കാർ സാധാരണക്കാരനൊപ്പം എന്നുള്ളത് മൈക്കയിലൂടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും സർക്കാരുകൾ ഏതും സാധാരണക്കാരനൊപ്പമല്ല. കോർപ്പറേറ്റുകൾക്ക് അനുയോജ്യമായ നിയമങ്ങളും വ്യവസ്ഥകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. 5 ലക്ഷത്തിലധികം ആളുകൾ ഈ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു നിയമം കൊണ്ടുണ്ടാകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നിരവധി തൊഴിൽ മേഖല അസ്തമിച്ചു പോയി. അതിന് പല കാരണങ്ങളുണ്ട്.
അതിൽ നിന്ന് വ്യത്യസ്തമായി ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖല ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് കാലാനുസൃതമായി വരുന്ന മാറ്റങ്ങളെ നമ്മൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പോൾ അതിനെ മറികടക്കാനാണ് ആര് ശ്രമിക്കുന്നത്? പണ്ട് ഇതിനേക്കുള്ള സ്വകാര്യവൽക്കരണം ഇപ്പോൾ തുടങ്ങിയതല്ല. ഇത് 2000 മുതൽ തന്നെ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് പലതരത്തിൽ വരുമ്പോഴൊക്കെ അത് അതിജീവിക്കാൻ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അംഗങ്ങളെ പ്രാപ്തരാക്കി. പക്ഷേ ഇപ്പോൾ സർക്കാർ പോലും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റീടെസ്റ്റിന്റെ പേരിൽ ഇത്രയധികം കുത്തനെ കൂട്ടുന്ന ഈ ഫീസിന് വർധനവ് ഒരിക്കലും ഈ തൊഴിൽ മേഖല നിലനിൽപ്പിന് ഉചിതമാകുന്നതല്ല. ഇത് തൊഴിൽ മേഖല പരിപൂർണമായി അസ്തമിച്ചു പോകും. പക്ഷേ അത് നിലനിർത്താൻ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളിലൂടെ പൊതുജനങ്ങളിലേക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തി എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി ഈ നിയമം സർക്കാർ ജനങ്ങൾക്കും തൊഴിൽ മേഖലയ്ക്കും ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി വർക്ക്ഷോപ്പുകാരെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, മറ്റു ഓട്ടോ പാർട്സ് വിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ യൂസ്ഡ് വെഹിക്കിൾ ആളുകൾ, നിലവിലെ ബസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകൾ, ബസ് ഓണേഴ്സ് ആളുകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളെയും ഇത് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ബസ് വ്യവസായം അവസാനിച്ചു പോകും. കാരണം അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല, കുത്തനെയുള്ള ഫീസ് വർധനമാണ്. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോർപ്പറേറ്റുകൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അതിന് പൊതുജനങ്ങളിലെല്ലാം കണ്ണിൽ പൊടിയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന നിയമം എന്ന് വെച്ചാൽ ഇവിടെ പ്രകൃതി സംരക്ഷണം എന്ന നിലക്ക് ഒരു അജണ്ട വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അതിലൊതുങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല. നിയമപരമായി കോടതിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, ഇത് കൊണ്ടുവന്നെത്തിക്കും. ഈ നിലവിലുള്ള പൊല്യൂഷന്റെ പ്രശ്നമാണെങ്കിൽ അതിന് കൃത്യമായി പഠനം സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നില്ല. അതിന് ശക്തമായ ഒരു പ്രതിഷേധത്തിലൂടെ ഈ നിയമം മാറിക്കിട്ടുന്നത് വരെ എല്ലാ നിലക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പൊതുപരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് സർക്കാർ ഈ നിയമത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഞങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക. സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടിയാണെന്നുള്ള പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ മാലിന്യം കുറയ്ക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ആണ് ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് സർക്കാർ ഊന്നി പറയുന്നുണ്ട്. പക്ഷെ അതിന് ബദൽ മാർഗങ്ങളുണ്ട്. അത് ഇവർ തന്നെ അത് മുന്നോട്ട് വെക്കുന്നുമുണ്ട്. പക്ഷേ കുത്തക മുതലാളികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ വരുമാനം കൂട്ടുന്നതിനു വേണ്ടി സർക്കാർ ഈ എടുക്കുന്ന ഓരോ നിലപാടുകളും അല്ലെങ്കിൽ ഓരോ പദ്ധതികളും അത് താളം തെറ്റിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരെയാണ്, അവരുടെ നിത്യജീവിതത്തെയാണ്. അതിനൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് ആവർത്തിച്ച് ഇവർ പറയുകയും ചെയ്യുന്നത്. നേരത്തെ എത്ര രൂപയായിരുന്നു ഈ ഇരുചക്ര വാഹനങ്ങൾക്കും കാറിനുമൊക്കെ ഇത് പുതുക്കുന്നതിന്? ഇപ്പോൾ എത്ര രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്? എനിക്ക് കാറുമായിട്ട് കച്ചവടം കൂടെ ഉള്ള ഒരാളാണ്, ചെറു കച്ചവടങ്ങളൊക്കെ ഉള്ള വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉള്ള ആളാണ്. നമ്മൾ 4000 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 10000 രൂപ വരിക, 500 രൂപ വരുന്ന സ്ഥലത്ത് 1500 രൂപ വരിക. ഇത് നമ്മുടെ ഓട്ടോമൊബൈൽ മേഖല പണിയെടുക്കുന്ന റിപ്പയർ ചെയ്യുന്ന ഞങ്ങൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ കേരള സമൂഹത്തിന് മൊത്തത്തിൽ ഇത് വരുന്നുണ്ട്. ഒരു മീൻ കച്ചവടക്കാരനെ അത് ബാധിക്കുന്നുണ്ട്. അവന്റെ ഓട്ടോറിക്ഷ, അവന്റെ 2 വീലറുകളിലെല്ലാം ഈ ടാക്സ് കൂടുമ്പോൾ നമ്മൾ ഭക്ഷിക്കപ്പെടുന്ന ആഹാരങ്ങൾക്ക് തന്നെ ഡെയിലി ഇത് കൂടുക. അതുപോലെ നമുക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനോ എന്നൊക്കെ കൊണ്ടിരുന്ന ലോറിയിൽ കൊണ്ടിരുന്ന അരി, ഗോതമ്പ് ഇതൊക്കെ കൊണ്ടിരുന്ന പാവപ്പെട്ടവന്റെ ലോറികളാണ്. എല്ലാം 15 കൊല്ലം 16 കൊല്ലം 20 കൊല്ലം പഴക്കമുള്ള വാഹനങ്ങളാണ്. അവരുടെ വാഹനങ്ങളൊക്കെ നിന്നുപോയിക്കൊണ്ട് പുതിയ തലമുറയിലെ പുതിയ ലേറ്റസ്റ്റ് വാഹനങ്ങളിൽ ഇത് കൊണ്ടുവന്ന് ചാടിക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അരി മേടിക്കുന്നതിന്റെ 3 ഇരട്ടി കാശ് കൊടുത്താൽ അരിക്ക് ഇത് വേണ്ടിവരും. ആ രൂപത്തിലുള്ള പണം കയറിക്കൊണ്ടിരിക്കും. ഞങ്ങളെപ്പോലെയുള്ള അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് സമരത്തിന് മുൻകൈ എടുക്കുന്നത് പൊതുസമൂഹത്തിലുള്ള വാഹന താഴെക്കിടയിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഈ സമരത്തിന് മുമ്പ് എടുക്കുന്നത്. ഞങ്ങൾ ഏതറ്റം വരെ പോകുന്നതിന് വേണ്ടിയിട്ടും ഈ കാര്യത്തിന് മുമ്പോട്ട് പോകും എന്ന് സംഘടനയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മലയാളികൾ ഒരു മിഡിൽ ക്ലാസ് ജീവിക്കുന്നവരാണ് ഏറെക്കുറയും. അവർക്കൊരു വാഹനം എടുക്കണമെങ്കിൽ അവരാദ്യം മുന്നോട്ട് വെക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമായിരിക്കും.
പക്ഷേ അത്തരക്കാർക്ക്, അങ്ങനെ ആലോചിക്കുന്നവർക്ക് പോലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. അതോടൊപ്പം തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിക്കോട്ടെ ഈ വർക്ക്ഷോപ്പ് ഓണേഴ്സിനെയും കൂടിയാണ്. അവരാണ് ഇത്രയും നേരം അവരുടെ ഒരു വിഷമങ്ങൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെയും തീരുമാനം. നേരത്തെയൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഒരു വാഹനം എന്നുള്ളൊരു സ്വപ്നം തന്നെ അവസാനിക്കുകയാണ്. നമുക്കറിയാം, ഒരു പഴയ വാഹനം എടുത്തുപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ സാധാരണക്കാരായ കുറേ ജനങ്ങൾ. അത് ചെറിയ വാഹനങ്ങളായി ഇപ്പോൾ ആൾട്ടോ, മാരുതി പോലുള്ള ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, ചെറിയ ടൂ വീലറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മിഡിൽ ക്ലാസ്സിൽ താഴെയുള്ള ആളുകളാണ്. അവരെപ്പോലുള്ള ആളുകളുടെ വർക്കുകളാണ് കൂടുതലായിട്ട് സാധാരണക്കാരായ വർക്ക്ഷോപ്പുകൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവർക്ക് നിലവിൽ ഇപ്പോൾ 2000 രൂപ ഫീസ് ഉണ്ടായിരുന്നത് 10,000-ലേക്ക് ഉയർത്തുമ്പോൾ ഒരു വാഹനം അതിന്റെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തിയിട്ട് പുറത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ 60,000 രൂപ അടുത്ത് ഒരു ചെറു വാഹനത്തിന് ചിലവാകും. അതിന്റെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000, 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ വരുന്ന ഒരു വാഹനം അത് റീടെസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കാൻ തന്നെ 50,000 രൂപയ്ക്ക് അടുത്താകുകയും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റീടെസ്റ്റിന് വേണ്ടി എല്ലാ ക്യാഷുകളൊക്കെ അടച്ചുകൊണ്ട് റെഡിയായി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ റീടെസ്റ്റ് ഇത് പാസ്സാകണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് മേഖല കൂടാതെ തന്നെ സാധാരണക്കാരന്റെ സ്വപ്നം കൂടെ പൊലിയുകയാണ്. ഈ ഒരു അവസരത്തിൽ വാഹനം എന്ന ഒരു സ്വപ്നം കൂടെ ഈ ഒരു അവസരത്തിൽ നഷ്ടപ്പെടുകയാണ്. കാരണം നമുക്ക് വർക്ക്ഷോപ്പുകളിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ പഴയ വാഹനങ്ങളാണ് കൂടുതലായിട്ട് വർക്ക്ഷോപ്പുകളിലേക്ക് എത്തുന്നത്. സാധാരണ പുതിയ വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് കമ്പനി സർവീസുകളും മറ്റുള്ള സർവീസുകളെ കൊടുത്തുകൊണ്ട് വൻകിട ആളുകളെ കോർപ്പറേറ്റ് വ്യവസ്ഥകളെ പിടിത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഇറക്കുന്ന എല്ലാ വാഹനങ്ങളും തന്നെ ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ ലൈഫ്, അതായത് അത് നഷ്ടപ്പെടുകയാണ്. കാരണം അതിന്റെ പല സ്പെയറുകൾ നമുക്ക് കിട്ടുന്നില്ല, അത് നമുക്ക് റിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. പഴയ കാലത്തെ പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് റിപ്പയർ ചെയ്യാനില്ല, ഇപ്പോൾ എല്ലാം റീപ്ലേസ് ആണ്. ആ ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഈ വർക്ക്ഷോപ്പുകാരുടെ തൊഴിലും അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങളും ഈ ഒരു അവസരത്തിൽ നഷ്ടപ്പെടുകയാണെന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ എത്തനോൾ പോലുള്ള ഫ്യൂൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൻകിട, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പേപ്പർ ന്യൂസ് തന്നെ കണ്ട്, നമ്മൾ ഈ നമ്മുടെ അരി, ഭക്ഷ്യസാധനമായിട്ട് വിൽക്കുന്ന അരി തന്നെ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ അരി കേസിന് നമ്മൾ ഗോഡൌണുകളിൽ നിന്ന് ഈ എത്തനോൾ ഫാക്ടറികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ മൂലം നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് വരെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഇപ്പം നമ്മളൊരു 1-2 മാസത്തിനുള്ളിൽ തന്നെ അരി, അല്ലെങ്കിൽ ഈ ഒരു 6 മാസത്തിൽ തന്നെ അരിക്ക് വലിയൊരു വില ഉയർന്നു കഴിഞ്ഞു. അഥവാ അരിയും അതുപോലെ തന്നെ കരിമ്പ്, അതിൽ അങ്ങനെ കർഷകരെ സഹായിക്കാനാണ് എന്നുള്ളൊരു വ്യാജേന ഇത് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ ലൈഫ് നഷ്ടപ്പെടുകയും, അതുപോലെ തന്നെ ഈ എത്തനോൾ കലർന്ന ഫ്യൂവല് ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ മിസ്സിംഗ് ആകുകയും വഴിയിൽ നിന്നു പോവുകയും, അതുപോലെ തന്നെ വേണ്ട രീതിയിൽ അത് സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നില്ല. ഇലക്ട്രിക്കലേക്കൊക്കെ കൊട്ടിഘോഷിച്ച് നടത്തുമ്പോൾ അതൊന്നും വേണ്ട രീതിയിൽ നമുക്ക് ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ റോഡിനനുസൃതമായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും എത്തനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും അനുസൃതമായിട്ട് നമ്മുടെ വാഹന സംവിധാനങ്ങളും റോഡുകളും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ വലിയൊരു തൊഴിൽ പ്രതിസന്ധി ഇതുകൂടെ ഉണ്ടാവുകയാണ്. കാരണം ഈ വാഹനങ്ങളും അല്ലാതെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന 5 ലക്ഷത്തോളം ആളുകൾ ഈ കേരളത്തിൽ മാത്രമുണ്ട്. അങ്ങനെ 1,60,00,000 വാഹനങ്ങൾ ഈ കേരളത്തിൽ നിരത്തിൽ ഓടുന്നുണ്ട്. അപ്പോൾ അത്രയും വാഹനങ്ങൾ ഓടുന്ന കേരളത്തിൽ നമുക്ക് ഈ ഒരു നിയമവ്യവസ്ഥ വളരെ പ്രതികൂലമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരെയും ജനങ്ങളെയും ബാധിക്കുന്നതാണ് ഞങ്ങൾ ഈ സംഘടനയുടെ പേരിൽ പറയുകയാണ്. അപ്പോൾ ഈ ഒരു നിയമവ്യവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു സമരപരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ പോവുകയാണ്. ഈ സാധാരണ നമ്മളൊരു വാഹനം ഷോറൂമിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ അവർ സർവീസിന് പോലും പുറത്ത് കൊടുക്കരുത്, ഷോറൂമിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയും പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശരിയാക്കില്ല, അല്ലെങ്കിൽ മറ്റ് പാർട്സിനൊക്കെ വില കൂടുതലായിരിക്കും. അങ്ങനെ പറഞ്ഞ് ഈ ആളുകളെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അത് തന്നെ നിങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ്. അതിന്റെ കൂടെ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടി കടുപ്പിക്കുമ്പോൾ, കർശനമാക്കുമ്പോൾ അത് വീണ്ടും ഏറെ പ്രതിസന്ധികളിലേക്കല്ലേ പോകുന്നത്? അതെ അതെ, പറഞ്ഞത് ശരിയാണ്. പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അനുസരിച്ചാണ് പുതിയൊരു വാഹനം എടുക്കാമെന്ന് വിചാരിച്ച് ലോണൊക്കെ എടുത്തായിരിക്കും വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇനിയും കൂടുതൽ പണം മുടക്കണമല്ലോ, എക്സ്ട്രാ വാറണ്ടി തരാം എന്ന് പറഞ്ഞ് ആദ്യമേ ഒരു 3 വർഷം അവർ പറയും, അതിനുശേഷം അത് 5 വർഷമാക്കും. എക്സ്ട്രാ വാറണ്ടി 2 വർഷത്തിനോട് കൂടി 7 വർഷം വരെയൊക്കെ അവരിപ്പം പുതിയ വാഹനങ്ങൾ വാറണ്ടിയോടുകൂടി അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ പറയുന്നത് ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് പണിയിച്ചാൽ മറ്റേ ലോക്കൽ വർക്ക്ഷോപ്പ് എന്നാണ് ഞങ്ങളെ അവർ പറയുന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പല്ല, ഞങ്ങളുടെ എല്ലാ വർക്ക്ഷോപ്പുകളും നല്ല ഗംഭീരമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ്. കാരണം അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മളിവിടെ ഈ താഴത്തെ ചെയ്തുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർക്കെല്ലാം ചെയ്യാനുള്ള
എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെ മോശക്കാരാക്കാൻ അവരിങ്ങനെ പറയുകയും ഒരു വാഹനം 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷം രൂപ കൊടുത്തൊക്കെ വണ്ടി വാങ്ങുന്നവർ ഇനിയിപ്പോൾ ഇതിന് വാറണ്ടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച് അവർ ഞങ്ങളെപ്പോലെയുള്ള വർക്ക്ഷോപ്പുകളിൽ തരാൻ മടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പണി കുറഞ്ഞു പോവുക. അതുകൂടാതെ 7 വർഷം വരെ അവരുടെ കയ്യിലിരിക്കുന്ന പുതിയ വാഹനങ്ങൾ വീണ്ടും ഒരു 8ാമത്തെ വർഷത്തിലേക്കായിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിപ്പോൾ 8 തൊട്ട് 15 വർഷം വരെ ആ കിട്ടേണ്ട കാലാവധിയിലാണ്. ഈ 15 വർഷം ഈ വണ്ടികൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഒരു പണി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതും അതുപോലെ തന്നെ ഈ വാഹനം ഉപയോഗിക്കുന്നവർ, ഞങ്ങൾക്ക് മാത്രമല്ല വാഹനം ഉപയോഗിക്കുന്നവർ, ഈ പറഞ്ഞ പാവപ്പെട്ടവർ അല്ലെ ചെറിയൊരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അത് പറ്റാതെ വരുന്നു. അപ്പം ഇവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഇവർ കോപ്പറേറ്റീവുകളെ സംരക്ഷിക്കുക, അല്ല അതാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരോട് കൂടി ഇതിൽ സഹകരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് ഇപ്പോൾ സർക്കാരിനോട് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടാൽ അവർ ചിലപ്പോൾ തന്നിരിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര ദിവസം വേണേലും വർക്ക്ഷോപ്പുകൾ അടച്ചിട്ടിട്ടാണേലും, കാരണം ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കാൻ മാർഗ്ഗമില്ല എന്നാൽ പിന്നെ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്ര ദിവസം വേണേലും അടച്ചിട്ടിട്ടാണേലും സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് സർക്കാരുമായിട്ട് സംസാരിച്ച് ഇതിനൊരു തീർപ്പുണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരികയില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ ഈ വിവരങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറയുന്നവർ തന്നെ ഞങ്ങളോട് സഹകരിച്ച് നിൽക്കുന്ന ചെറിയ വാഹനം ഉപയോഗിക്കാൻ ഉള്ള ആ സാമ്പത്തിക ശേഷി കുറഞ്ഞവരെ കൂടി സംരക്ഷിക്കാനും ഞങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം വർക്ക്ഷോപ്പ് അടച്ചിടുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായും വലിയ നഷ്ടമുണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ ജോലിയെ സംരക്ഷിക്കാത്ത രീതിയിലേക്ക് ഇതിന്റെ നിയമങ്ങൾ കടക്കുന്ന ഒരു കടുത്ത രീതിയിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഒരു ഫീസ് കുത്തനെ ഉയർത്തിയതിനെ പറ്റി? ഫീസ് കുത്തനെ ഉയർത്തിയത് കൊണ്ട് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നിയമമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കേരള സർക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ കേരള സർക്കാരിന് വേണമെങ്കിൽ ഇതിൽ സജീവമായി ഇടപെടാൻ കഴിയും. പക്ഷേ സർക്കാർ ഇടപെടില്ല. കാരണം ഇത് സർക്കാരിന്റെ വരുമാനം നിൽക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇടക്കാല ഉത്തരവ് വന്ന് വരുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് കേരള സർക്കാരിന് മാറ്റം വരുത്താൻ കഴിയും. തീർച്ചയായിട്ടും പല കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അത് കേരള സർക്കാർ സജീവമായി ഇടപെടണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇനി എത്ര ദിവസം അടച്ചിടാൻ സംഘടന തയ്യാറാണ്. സംഘടന എന്ത് ആഹ്വാനം ചെയ്യുന്നോ അത് നടപ്പിലാക്കാൻ ഞങ്ങളെ കേരളത്തിലുടനീളമുള്ള ഓട്ടോമൊബൈൽ റിപ്പയർ മേഖലയിലുള്ള ആളുകൾ തയ്യാറാണ്. എന്തായാലും കടുത്ത പ്രതിഷേധവുമായി നിലപാടുകളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ഇവർ. സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്ന ഇരുട്ടടിയാകുന്ന ഇത്തരം നിലപാടുകളിൽ നിന്നും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പിന്മാറണമെന്ന് തന്നെയാണ് ഇവർ ഒറ്റക്കെട്ടായി പറയുന്നതും. കടുത്ത പ്രതിഷേധം വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അങ്ങനെ അവരുടെ കുടുംബത്തെ പോലും വലിയ ബുദ്ധിമുട്ടാക്കുന്ന തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ എടുക്കില്ല എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഞാനൊരു 2 വീലർ മെക്കാനിക്കാണ്. ഇപ്പോൾ ഈ എത്തനോളിന്റെ വിഷയം ഇവിടെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ എത്തനോൾ എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാസം വരെ 10% വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്നത് പെട്രോളിൽ. ഇപ്പോൾ ഈ മാസം മുതൽ 20% ആയി. ഈ എത്തനോൾ കാരണം ഒരു 10 ബൈക്ക് നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാലും പിന്നെ അത് 9 കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്. എത്തനോൾ കാരണം ദ്രവിച്ചു പോകുന്നത്. അതിൻ്റെ ഫോട്ടോസും കാര്യമെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറായിട്ട് മെക്കാനിക്ക് വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്നുവെച്ചാൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വണ്ടി നന്നായി കഴിഞ്ഞാലും ആ കംപ്ലൈൻറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അവർക്കത് മനസ്സിലാകും. അപ്പോൾ അത് ജനങ്ങളിൽ എത്തണം. ഇത് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കാറുകൾ കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അടുത്തിടെ 3-4 കാറുകൾ കത്തി. അപ്പോൾ അത് ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് കാറ് കത്തുന്നത്, എത്തനോളാന്ന് പ്രശ്നം. അപ്പോൾ ഈ എത്തനോളിന്റെ ബദലിപ്പം നമ്മൾ സ്പീഡ് പെട്രോൾ വണ്ടികളിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മളെ കസ്റ്റമർ. ഇപ്പം കുഴപ്പം കാണുന്നില്ല. ഈ സാധാ പെട്രോളിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് ജനങ്ങളിൽ എത്തിക്കണം. അതാ പറയാനുള്ളത്. അത് പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി കത്തിപ്പോകുന്നു എന്നുള്ളത്. അത് ഈ പെട്രോളിന്റെ അല്ലെങ്കിൽ എഥനോൾ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അത് വണ്ടിക്ക് ശരിക്കുള്ള പെർഫോമൻസ്, ഇഞ്ചിനകത്ത് ഫയറിംഗ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഒരു 10-35 കൊല്ലത്തിന് മേലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നമ്മളെ ഇവിടെ അസോസിയേഷനിലും AWKയിലും എല്ലാം ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ ഈ എത്തനോളിന്റെ പ്രശ്നം ഇത് വ്യാപക പ്രശ്നം. എല്ലാ മെക്കാനിക്കിനും ബുദ്ധിമുട്ട് ഇനി വരാൻ പോകുന്നത്. 20% വണ്ടി ഓടൂല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇഞ്ചിന്റെ അകത്ത് ഫയറിംഗ് നടക്കുന്നില്ല. അതാണ് പ്രശ്നം.
ഇത് സർക്കാരിന് അറിയാത്ത കാര്യം തന്നെയായിരിക്കും, അത് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഞാനിത് പല ഉദ്യോഗസ്ഥന്മാരോടും ഈ പിന്നെ HP ഇന്ത്യയിലും BPCL ഇന്ത്യയിലും ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് അപ്പോൾ അവർ പറയുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എത്തനോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവര് കൈമലർത്തുന്നതാണ്. പക്ഷെ നമുക്ക് ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നല്ല പെട്രോൾ ജനങ്ങൾക്ക് കൊടുത്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പറയാനില്ലേ. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത് പരിശോധിക്കണം, വാഹനങ്ങൾ കത്തുന്നത് എന്തുകൊണ്ടാണ്, കറക്റ്റുള്ള വണ്ടിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കാരണം നമ്മളാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിശദീകരണം അവർ തരുമ്പോൾ പോലും അതിന് ഇരയാകുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളും മെക്കാനിക്കാണ്. കാരണം ഇതിപ്പോ നമ്മളിപ്പോ ഒരു രോഗി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ അസുഖങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പിൽ ഇപ്പം കാർബറേറ്റർ കംപ്ലൈന്റ് വരുന്നു, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പൊ എന്റെ ഫോട്ടോസും കാര്യമെല്ലാം ഉണ്ട്. ഞാൻ നമ്മളെ ഗ്രൂപ്പിലും കാര്യമെല്ലാം ഇട്ടിട്ട് ഒരുപാട് കാലമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ഇത് മാധ്യമത്തിന്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മെക്കാനിക്ക് മാത്രമല്ല ഇതിൽ കുറ്റക്കാർ. ഈ പെട്രോളിന്റെ പ്രശ്നമാണെന്നുള്ള പഠിച്ചിട്ടാന്ന് പറയുന്നത്, ശരിക്കും പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്.